ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, സാർക്ക് +1 എത്ര ശതമാനം മാർക്കുണ്ട്, ഫിസിക്സിനകത്ത് സാർക്ക് A+ ഉണ്ടായിരുന്നോ എന്നൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതാണ്. സോ എൻ്റെ +1 മാർക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ റിവീൽ ചെയ്യാൻ പോകുന്നത്. എനിക്ക് എങ്ങനെയാണ് അത്രത്തോളം മാർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ആ ഒരു മാർക്കിലോട്ട് എത്താൻ ഞാൻ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റഡി സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മക്കളെ, 10ാം ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ കൈവശം അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതായത് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ലഭിച്ച ആ വലിയ A+കളുടെ എണ്ണം എനിക്കും എൻ്റെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ വളരെ കോൺഫിഡൻസോടുകൂടിയാണ് ഞാൻ +1 എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള കമ്പ്യൂട്ടർ സയൻസ് ഓപ്റ്റ് ചെയ്തത്. കാരണം ആ സമയത്തൊക്കെ എനിക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അതിനാൽ തന്നെ അപ്പോൾ CS എടുക്കാതെ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുക? സോ ആ ഒരു ആകാംക്ഷയോടുകൂടി തന്നെ, ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് +1 ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ആണ്. 10ാം ക്ലാസ്സിൽ എനിക്ക് ഇത്രയും മാർക്ക് നേടാൻ സാധിച്ചല്ലോ. സോ +1 എനിക്ക് അതുപോലെ അടിപൊളി മാർക്ക്, മികച്ച മാർക്ക് സിമ്പിളായിട്ട് ഞാൻ അടിച്ചെടുക്കും എന്നൊരു ഓവർ കോൺഫിഡൻസിൽ, എന്നൊരു ഗുമ്മ് വെച്ച് ഞാൻ സുഖമായിട്ട് ഉഴപ്പി. അട്ടപ്പട്ടലം +1 കിടന്ന് ഞാൻ ഉഴപ്പി. ആ ഉഴപ്പലിലുള്ള മാർക്കിൻ്റെ അല്ലെങ്കിൽ ആ പഠിക്കാത്തതിൻ്റെ ഫീൽ എനിക്ക് ഒരിക്കലും ഓണപ്പരീക്ഷയ്ക്കോ ക്രിസ്മസ് പരീക്ഷയ്ക്കോ മോഡൽ എക്സാമിനൊന്നും ഫീലായില്ലോ. ഇതൊക്കെ എന്ത് പബ്ലിക് എക്സാമിന് മാർക്ക് നേടാൻ പറ്റും എന്ന് പറഞ്ഞ് അടിപൊളിയായിട്ട് ഞാൻ ഉഴപ്പി. ഞാൻ ഈ പറയുന്ന മോഡൽ എക്സാം എഴുതാൻ പോലും ഞാൻ സ്കൂളിൽ ചെല്ലാത്തൊരവസ്ഥയോ, മോഡൽ എക്സാം എഴുതിയിട്ട് ഇപ്പം എന്തിനാ, അതിൻ്റെ ഉത്തരക്കടലാസ് നമുക്ക് കിട്ടില്ലല്ലോ എന്ന വൈബിൽ മോഡൽ എക്സാം പോലും ഞാൻ എഴുതിയിട്ടില്ല. പല സബ്ജക്റ്റുകളുടെയും മോഡൽ എക്സാം എഴുതിയിട്ടില്ല. കൂട്ടുകാരിൽ നിന്ന് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോട്ടോ എടുത്ത് മേടിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചിട്ട് ഞാൻ ചുമ്മാ ഈ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു വന്നത് എന്ന വൈബിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എന്നിട്ട് +1 ബോർഡ് എക്സാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യമായ പണി മനസ്സിലായത്. +1 ബോർഡ് എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ എൻ്റെ കണ്ണൊക്കെ തള്ളിപ്പോയി. എൻ്റെ പാറാത്ത കിളികളെല്ലാം ഇരുന്ന് പറയും. കാരണം എനിക്ക് കിട്ടിയ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 76%. നിങ്ങൾ ആലോചിക്കുക, 76% എന്ന് പറഞ്ഞാൽ അത്രയും മോശമായ മാർക്കിലോട്ടാണ് ഞാൻ വന്നെത്തിപ്പെട്ടത്. പക്ഷെ എനിക്ക് ആ സമയങ്ങളിൽ എനിക്കൊരു എന്താ പറയുക, ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ എന്ന പോലെ എനിക്ക് ആ സമയങ്ങളിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ സീനിയേഴ്സിന് എല്ലാവർക്കും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്ന എക്സാം ഉണ്ട്. അഥവാ +1 ശേഷം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കും. സോ ആ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയ ഒരു 3 സബ്ജക്റ്റുകൾ നമുക്ക് പരമാവധി ഇമ്പ്രൂവ് ചെയ്യാം, വീണ്ടും പരീക്ഷ എഴുതാം. പുതിയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിരിക്കും. സോ വീണ്ടും നമുക്ക് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും നമുക്കൊരു പരീക്ഷ എഴുതാം. സോ അത്തരത്തിൽ ഞാൻ മെയിൻലി ഇമ്പ്രൂവ് ചെയ്തത് ഫിസിക്സും CS-ഉം അതുപോലെ തന്നെ മാത്സുമാണ്. ഫിസിക്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. സോ അതിനകത്ത് മാർക്ക് കുറഞ്ഞു പോയപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, അതായത് ഈ പറയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെങ്കിൽ CS-ൽ മാർക്ക് വേണമല്ലോ. സോ CS-ഉം മാത്സും ഫിസിക്സുമാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തത്. സോ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു. അഥവാ അവസാന 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്ക് എനിക്കപ്പോൾ ഈ പറയുന്ന ബുക്ക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിരുന്നു. ആ സമയത്ത് സൈലം ബോർഡിലോ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യാൻ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ പോലും പ്രോപ്പർലി ഇല്ല. പഴയ എൻ്റെ കുഞ്ഞ് മൊബൈൽ ഫോണേ ഉള്ളൂ. സോ അതിനാൽ തന്നെ ഇതൊന്നും നടപ്പില്ല. സോ അടുത്തുള്ള ബുക്ക് സ്റ്റോളിൽ പോയിട്ട് ഞാനൊരു 30 രൂപയ്ക്ക് ക്വസ്റ്റ്യൻ പൂൾ എന്നാണ് പറയുക. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബുക്ക്ലെറ്റ് ഞാൻ മേടിച്ചിട്ട് കുത്തിയിരുന്ന് വർക്കൗട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പെർസെൻറ്റേജ് 76-ൽ നിന്ന് 87-ലോട്ട് കൂടി. അഥവാ 11% കൂടി 66 മാർക്കാണ് എനിക്ക് ആ സമയത്ത് കൂടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന 76%-ൽ നിന്ന് 87%-ലോട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ മക്കളെ, എനിക്കിവിടെ പറയാനുള്ളത്, എൻ്റെ കഥ നിങ്ങൾ ഒരിക്കലും ഒരു റോൾ മോഡലായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ആവണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 76-ൽ നിന്ന് 87-ലോട്ട് എനിക്ക് മാർക്ക് കൂട്ടാൻ സാധിച്ചത്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ, ഈ വർഷത്തെ +1 വിദ്യാർത്ഥികളുടെ മുന്നിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയേ ഇല്ല. അത് +2 ബോർഡ് എക്സാമിൻ്റെ കൂടെയാണ് അങ്ങനെ ഒരു പരീക്ഷ ഉള്ളത്. സോ +2 ബോർഡ് എക്സാമിലൂടെ +2 പഠിക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ പഠിക്കുക എന്ന കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. സോ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. അഥവാ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം നടക്കാൻ പോകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ +1 വിദ്യാർത്ഥികൾക്കില്ല. വീണ്ടും ഒരു അവസരമില്ല എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. സോ ഒരൊറ്റ അവസരമേ ഉള്ളൂ, ഒരൊറ്റ ഊഴമേ ഉള്ളൂ. 2ാം ഊഴം നമ്മുടെ മുന്നിലില്ല. ഈ ഒരു അവസരം മികച്ചതാക്കി മാറ്റുക. എങ്ങനെ +1 ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മികച്ച മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന ടെൻഷൻ ആണെങ്കിൽ ആ ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ തന്നെ വ്യക്തമാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇപ്പോൾ നമ്മുടെ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത്. അഥവാ NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സൈസ് ക്വസ്റ്റ്യൻസും നിരവധിയായിട്ട് ചോദ്യ പേപ്പറിൽ കാണുന്നുണ്ട്. സ്ഥിരമായ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് മാത്രം
ക്രാക്ക് ചെയ്യാൻ ഇനിയുള്ള പരീക്ഷാ പേപ്പറുകൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല. സോ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നേരാവണ്ണം പഠിക്കാതിരുന്നാൽ പോലും അടുത്ത് വരാൻ പോകുന്ന മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനും മികച്ച മാർക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനുള്ള ഏറ്റവും മികച്ച സൊല്യൂഷൻ, ആത്മാർത്ഥമായ ആസ് എ ബ്രദർ ഞാൻ പറയുകയാണ്, ഏറ്റവും മികച്ച സൊല്യൂഷനാണ് സൈലത്തിന്റെ എൻ ഗെയിം എന്ന് പറയുന്നത്. എൻ ഗെയിമിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇനി ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള മുഴുവൻ പോർഷൻസും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതിനുശേഷം ജനുവരി 1-ാം തീയതി മുതൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങി യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് തുടങ്ങി അവസാനത്തെ വേവ്സ് വരെയുള്ള ചാപ്റ്റർ വീണ്ടും എല്ലാം റിവൈസ് ചെയ്യും. അതാണ് എൻ ഗെയിമിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതായത് ഒന്നാമത്തെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, വീണ്ടും അവയെല്ലാം വീണ്ടും ഡിസ്കസ് ചെയ്തു. സിമിലർ വേ നിങ്ങളെ കുഴപ്പിക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നൽകുന്ന ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ്, NCERT എക്സാമ്പിൾസ്, എക്സൈസ് ക്വസ്റ്റ്യൻസ്, ഇവയെല്ലാം സെപ്പറേറ്റ്ലി നമ്മുടെ എൻ ഗെയിമിനകത്ത് നിങ്ങളെ പഠിപ്പിക്കും. അതിനെയാണ് ടോപ്പർ സീരീസ് എന്ന് പറയുന്നത്. പിന്നെ മൈൻഡ് മാപ്പിംഗ്, ഇൻസ്റ്റാളും, ഡെയിലി ലൈവ് ക്ലാസ്സുകളും, റെക്കോർഡ് ക്ലാസ്സുകളും, എക്സാംസും എല്ലാം എൻ ഗെയിമിൻ്റെ ഫീച്ചേഴ്സ് ആണ്. സോ എനിക്ക് പറ്റിയ ഒരു അമളി നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ. സോ എല്ലാവരും എൻ ഗെയിമിനകത്ത് അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് വലിയൊരു ഓഫർ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ അതിന് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു കൂപ്പൺ കോഡ് കൂടി നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്തിരിക്കണം, എങ്കിലേ ആ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. മക്കളെ, ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എൻ ഗെയിമിനകത്ത് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം, തകർത്ത് പഠിക്കാം. കാണാം.